ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കൂട്ടുകറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല രുചികരമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് സദ്യയിൽ ഓണത്തിനും ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ടിപ്സുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കുന്നതാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കഷ്ണം ചേനയും അതുപോലെ തന്നെ ഒരു 2 നേന്ത്രക്കായും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ഇടത്തരം വലുപ്പത്തിലുള്ള കായയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും രുചികരമായിട്ട് കിട്ടാനായിട്ട് നല്ലത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കണം. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ നേന്ത്രക്കായയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് മുറിച്ചെടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് മുറിച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് അരിഞ്ഞിടുന്നത് കുറച്ച് വെള്ളത്തിലേക്ക് വേണം നമ്മളിത് അരിഞ്ഞിടാനായിട്ട്. അപ്പോൾ ഈ ചേനയ്ക്കാണെന്നുണ്ടെങ്കിലും കായയ്ക്കാണെന്നുണ്ടെങ്കിലും ചെറിയൊരു കറയുണ്ട്. അപ്പോൾ അത് നമ്മുടെ കറിയിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് അത്ര ടേസ്റ്റ് കിട്ടില്ല, ഒരു കുത്തൽ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെയാണ് ഇത് അരിഞ്ഞെടുക്കേണ്ടത്, ഒരു ചെറിയ ചെറിയ പീസുകളായിട്ട്. എന്നാൽ എല്ലാ പീസുകളും ഏകദേശം ഒരേ വലുപ്പത്തിൽ തന്നെ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി ചേനയും നമ്മൾ ആ ഒരു രീതിയിൽ തന്നെയാണ് അരിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേ നമുക്ക് എല്ലാ കഷ്ണങ്ങളും ഒരേപോലെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിലിടാതെ വെറുതെ ആയിട്ട് അരിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ കറി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഇരിക്കുമ്പോഴേക്കും, ഇപ്പോൾ അരിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ അരിഞ്ഞ് തീരാറാകുമ്പോഴേക്കും തന്നെ അതിൻ്റെ കളറൊക്കെ അങ്ങോട്ട് മാറി ഒരു ബ്ലാക്ക് കളറിലേക്ക് ആവാനായിട്ട് തുടങ്ങും. അപ്പം നമ്മുടെ കറിക്കും ടേസ്റ്റ് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് തന്നെ അരിഞ്ഞിടണമെന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ അധിക സമയം വയ്ക്കൊന്നും വേണ്ട, ഈ വെള്ളം ഒന്ന് മാറ്റിയിട്ട് പുതിയ വെള്ളം എടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കഴുകിയിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ കുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അത് അത്യാവശ്യം ചെറിയ പീസുകളാണ്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതുമാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് ഒരു 1/4 കപ്പ് കടല തലേദിവസം കുതിർത്തി വെച്ചതായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ വേവിച്ചെടുക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേവണം. അപ്പോൾ ഒരു 4-5 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ വേറൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു 7 വറ്റൽമുളക് ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു 10-12 കുരുമുളക്, മുഴുവൻ കുരുമുളക് തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ മുളകിൻ്റെയൊക്കെ ആ ഒരു വറുത്ത് വരുന്ന ആ ഒരു മണമുണ്ടല്ലോ, അതുവരെ ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങയാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു ഇതേപോലെ ഒരു 2 പിടിയോളം തേങ്ങയാണ് ഇതിലേക്ക് എടുക്കുന്നത്. ആ തേങ്ങ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നല്ല പൊട്ടിച്ചിട്ട് അപ്പം തന്നെ നമ്മൾ എടുക്കുന്ന തേങ്ങയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് രുചി കൂടുതലായിരിക്കും. ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് എടുക്കുന്നതിനേക്കാട്ടിലും നന്നായിട്ട് രുചി കിട്ടും. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില, ഒരു 5-6 കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഓവറായിട്ട് അങ്ങോട്ട് ബ്രൗൺ കളർ ആവേണ്ട കാര്യമില്ല, കുറച്ചൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയായിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയാണ് ചേർക്കുന്നത്. കായൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ടുകറിക്ക് വളരെ ടേസ്റ്റാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലും ഇതൊന്നും ചേർക്കുന്നുണ്ടാവില്ല കേട്ടോ, അല്ലെങ്കിൽ പലർക്കും ഇത് അറിയുന്നുണ്ടായിരിക്കില്ല. ഇനി നല്ലപോലെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കടല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചേനയൊക്കെ നല്ലപോലെ തന്നെ വെന്ത്, കായൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. എന്നാൽ ഓവറായിട്ട് അങ്ങോട്ട് ഉടഞ്ഞു പോകുന്ന രീതിയിൽ ആവുകയും ചെയ്യരുത്. അപ്പോൾ ചേനയൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല പൊടിയുള്ള ചേന വേണം നമ്മളിതിലേക്ക് എടുക്കാനായിട്ട്. എന്നിട്ട് ചെറിയൊരു പീസ് ശർക്കര കൂടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ശർക്കര ചേർക്കാറില്ല, പക്ഷെ അത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അധികം വേണ്ട, കുറച്ച് മാത്രം മതി. അപ്പം നമ്മുടെ ഈ ഒരു തേങ്ങയുടെ ഈ ഒരു കൂട്ട് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ
വറ്റൽമുളകൊക്കെ നമ്മൾ അതുപോലെ എടുത്തിരിക്കുന്നതാണ്, അതുകൊണ്ട് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണം. എന്നിട്ട് നമുക്കിതിലേക്ക് ചേർത്തിട്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരേണ്ടതാണ്. കൂടുതൽ വെള്ളമൊക്കെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വറ്റി വരാനായിട്ടും കൂടുതൽ സമയമെടുക്കും. അപ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞ് അങ്ങോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്നുകൂടി ഒന്ന് തിളപ്പിച്ച് അതിലുള്ള ആ ഒരു ഫ്ലേവറൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഗ്രേവി ഒന്ന് വറ്റിയ പോലെ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ വേറൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുന്നത് നല്ലതാണ്. 1 ടീസ്പൂണ് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം 3-4 വറ്റൽമുളക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂണ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം അളവിൽ നമുക്ക് ചെറിയ ജീരകം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുവിധം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 1-2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മൂത്ത ഒരു മണമൊക്കെ വരും. അതുപോലെ ഉഴുന്നിൻ്റെയൊക്കെ ആ ഒരു കളറ് കുറച്ചൊന്ന് ചേഞ്ചായി വരും. അതുവരെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓവറായിട്ട് അങ്ങോട്ട് കറുത്ത ആ ഒരു കളർ ആവണ്ട, ഇതുപോലെ ആയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരകിയതാണ് ചേർക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 പിടിയോളം തേങ്ങ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം തേങ്ങ കൂടുതലുള്ള ഒരു കറിയാണ് കേട്ടോ ഈ കൂട്ടുകറി എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു തയ്യാറാക്കുന്ന ആ ഒരു ഇത് നമ്മൾ കുറച്ചധികം തന്നെ എടുക്കണം. ഇനി നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും. മാത്രമല്ല എല്ലാതും ഒരേപോലെ ആയി കിട്ടുകയെല്ലാം. അപ്പോൾ നമ്മുടെ ആ ഒരു കറിയുടെ ടേസ്റ്റും കുറച്ച് മാറുന്നതായിരിക്കും. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു വറുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു തേങ്ങാക്കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തും ഒരേപോലെ ആവുന്നത് വരെ നമ്മൾ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ എല്ലാം നല്ലപോലെ വെന്ത് നല്ല പാകമായി വന്നിട്ടുണ്ട്. എന്നാൽ ഓവറായിട്ട് ഉടഞ്ഞു പോയി അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ഇത്രേ വേണ്ടൂ കേട്ടോ. ഇനിയിത് നമ്മൾ കുറച്ച് സമയം മൂടി വെച്ച് ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിതൊന്ന് തുറന്ന് നോക്കുന്നത്. അപ്പോഴേക്കും തന്നെ ഒന്നിൽ തൊടാത്ത രീതിയിൽ ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിലും വളരെ എളുപ്പമാണ്. പക്ഷേ പലരും സദ്യകളിൽ നിന്നൊക്കെ ഒഴിവാക്കും. കാരണം ഇതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നൊക്കെ വിചാരിച്ചിട്ട് പലരും ഇതൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ മടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു രീതി കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ കായത്തിൻ്റെ പൊടി, അതുപോലെ തന്നെ മുഴുവൻ കുരുമുളക്, ഇതൊക്കെയാണ് നമ്മൾ ചേർക്കുന്നത്. അതുപോലെ തന്നെ ശർക്കര, ഇതൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓണത്തിന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല നല്ല റെസിപ്പികളൊക്കെ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ല് കൂടിയൊന്ന് എനേബിൾ ചെയ്യണേ. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.